ഹായ് ഗൈസ്, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. അതൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രണ്ട് പെൺകുട്ടികൾ ട്രെയിനിൽ നിന്ന് ആരോ തള്ളിയിട്ടു, കള്ളു കുടിച്ച എന്തോ ചോദ്യം ചെയ്തപ്പോൾ തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ വന്നിരുന്നു. കേരള എക്സ്പ്രസിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനിടയിൽ വാർത്ത വെച്ചപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത കാണുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രെയിനിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, അവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതികരിക്കാൻ നിൽക്കരുത്. ആ രണ്ട് പെൺകുട്ടികൾ പ്രതികരിച്ചത് കൊണ്ടാണ് അയാൾ തള്ളിയിട്ടെന്നാ പറയുന്നത്. അപ്പോൾ പ്രതികരിക്കരുത്, എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം. കേട്ടപ്പോൾ ഓക്കെ, അവരുടെ അമ്മയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഓക്കെയാണ്, മകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്, ഓക്കെ, ഞാൻ സമ്മതിച്ചു. എത്രയൊക്കെ ബുദ്ധിമുട്ട് നമുക്കെതിരെ ഉണ്ടായാലും നമ്മൾ പ്രതികരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇല്ല, നല്ല അത്യാവശ്യം കാശ് കൊടുത്തൊരു വക്കീലിനെ വെച്ചാലോ നമുക്ക് സിമ്പിളായിട്ട് പുറത്തിറങ്ങി നടക്കാം എന്നുള്ളൊരു ധൈര്യം, ആ ധൈര്യത്തിൻ്റെ പുറത്തും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നടക്കുന്നത്. അമ്മേനെ കുറ്റം പറയുന്നില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ആസ് എ മദർ അമ്മ പറഞ്ഞ് കറക്റ്റാണ്. പക്ഷേ ആസ് എ വുമൺ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ്. കാരണം ഞാൻ പ്രതികരിച്ചാലും പ്രശ്നം, പ്രതികരിച്ചില്ലെങ്കിലും പ്രശ്നം. ഒരുപാട് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ മാക്സിമം അത് വീട്ടിലൊന്നും പറയാറില്ല. കാരണം പറഞ്ഞു കഴിയുമ്പോൾ അമ്മ ടെൻഷനാവും. പിന്നെ അമ്മ നമ്മളെ അടുത്ത് ഒരു പുറത്ത് പോകണം, ഒറ്റയ്ക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ വിടാതെയാകും. ഈ ഒരു സംഭവം ആൺകുട്ടികൾക്കാണ് ഉണ്ടാവുന്നെങ്കിലോ, ശരീരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാണ്ട് വേറെ ആരെങ്കിലും ഒന്ന് തൊടുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ അബ്യൂസ് ചെയ്യുമ്പോഴോ ഒക്കെ അവരുടെ ചിന്തിക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും അവസ്ഥ? മനസ്സിൽ കൂടെയൊക്കെ എന്തൊരു വെറുപ്പ്, സ്വന്തം ശരീരത്തിന് വേറൊരാളെ ഡിസ്റെസ്പെക്ട് ചെയ്തല്ലോ എന്നോർത്ത് സങ്കടം അല്ലേ? ഇതൊക്കെ നമുക്കുണ്ടോ? പക്ഷെ നമ്മൾ ആരുടെ അടുത്തും പറയുന്നില്ല, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ആസ് എ വുമൺ അത് ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എത്ര പ്രശ്നം വന്നാലും ഈ 100 പേരുണ്ടെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഒരിക്കലും എന്നെ പോലെ ആവാതിരിക്കുക. അപ്പോൾ ബൈ.